18 വർഷമായി കൂനിയായ ഒരു സ്ത്രീ പള്ളിക്കകത്ത് നിൽക്കുകയാണ്. ഞാൻ വചനത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് പറയാം. ഈ 18 വർഷമായി കൂനിയായി റാ പോലെ വളഞ്ഞു നിൽക്കുകയാണ്. നേരെ നിന്നതാണ്, നട്ടല് റാ പോലെ വളഞ്ഞു പോയി. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ ഇന്നത്തെ നിലയിലാണെങ്കിൽ സ്തോത്രം, അലോപ്പതിക്കാര് പറയും തിരുവനന്തപുരം വെസ്റ്റ് ഫോർട്ടിൽ ചെന്നാൽ മതി, നല്ല ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. ഇത് L2 പ്രശ്നമാണ്, ഇത് L3 പ്രശ്നമാണ്. അപ്പൊ എറണാകുളംകാർ പറയും എറണാകുളം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മികച്ച ഓർത്തോ, അവിടെ പോയാൽ സൗഖ്യമാകും. അപ്പോൾ ആയുർവേദക്കാർ പറയുകയാണ് ഇതൊന്നും പോരാ, കോട്ടക്കൽ ആര്യ വൈദ്യശാല ചെന്ന് ചവിട്ടി തിരുമിയാ മതി, ഈ നട്ടെല്ലൊന്നും വരും. പക്ഷേ കർത്താവ് അവിടെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഇത് L2 പ്രശ്നമല്ല, ഇത് L3 പ്രശ്നമല്ല, ഇത് ചവിട്ടി തിരുമേണ്ട പ്രശ്നമല്ല. 18 വർഷമായി ഇവളെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചിലരോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം, നോർമൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന, വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പലതിന്റെയും പിന്നിൽ നിങ്ങൾ പോലും അറിയാതെ നിൽക്കുന്ന ഇതുപോലെ ഒരു സ്വാധീന മണ്ഡലമുണ്ട്. ഇന്ന് രാത്രി ചിലരുടെ കടുങ്കട്ട് പോലെ വീണ പ്രശ്നത്തിന്റെ മേൽ ഈ രാത്രി ദൈവത്തിന്റെ വാളിറങ്ങി വ്യാപരിക്കാൻ പോവുകയാണ്. ആമേൻ. അതിനെ അഴിച്ചുവിടുന്ന ഒരു ദൈവശക്തി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പറയാം, ഏതു വചനമാണ് ഒരു വേദിയിൽ പ്രസംഗിക്കുന്നത് അവിടെ വ്യാപരിക്കുന്ന അഭിഷേകം അങ്ങനെയുള്ള ഒരു അഭിഷേകമാണ്. നമ്മുടെ ദൈവദാസന്മാർ, നമ്മുടെ ലീഡേഴ്സ് നിരന്തരം വിവാഹം നടത്തുന്നവരെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ആമേൻ. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദം ഹവ്വമാരെ തമ്മിൽ യോജിപ്പിച്ച ദൈവം നിങ്ങളെ ഇരുവരെയും യോജിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവിടെ യോജിപ്പിക്കുന്ന ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. അത് ആ ദമ്പതികൾക്ക് മാത്രമല്ല, വിവാഹ ജീവിതത്തിന്റെ കാലഘട്ടങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആമേൻ മെന്റലി ഡിവോഴ്സ്ഡ് ആയ ഒത്തിരി കുടുംബങ്ങൾ അവിടെയുണ്ട്. അവർ വിശ്വസിക്കുകയാണെങ്കിലും ആത്മാക്കളുടെ ഉടയവൻ അവരുടെ ആത്മാക്കളെ തമ്മിൽ യോജിപ്പിക്കും. കാരണം അവിടെ വ്യാപരിക്കുന്നത് യോജിപ്പിക്കുന്ന ഒരു അഭിഷേകമാണ്. അതേ വിധത്തിൽ ഇന്ന് രാത്രി അദൃശ്യ മണ്ഡലത്തിൽ നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ പുറപ്പാടിനെതിരെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ചിലതിനെ കർത്താവ് അഴിച്ചു കളയുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകം ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചിലതിനെ ഈ രാത്രി ദൈവം അറുത്തു മാറ്റാൻ പോകുന്നു.